ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണം, ഈ വർഗീയ പ്രസ്താവനയെക്കുറിച്ച് വേറൊരു റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് എന്താണെന്ന് വെച്ചാൽ, ഒരു തവണ കൂടി LDFനെ അധികാരത്തിൽ കൊണ്ടുവരിക, അത് RSSൻ്റെ ഒരു പ്ലാനായിട്ട് നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരു തവണ കൂടി CPMനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? UDF ഇല്ലാതാകും, കോൺഗ്രസ് തകർന്നടിയും. അവിടെ ആ വോട്ടുകൾ BJPക്ക് തരും, BJPക്ക് ഒരു പ്രതിപക്ഷമെങ്കിലും ആവാൻ കഴിയും. ഈ ഒരു തിയറി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? കുറച്ച് കേഡർ RSS വോട്ടുകൾ LDFലേക്ക് പോകണം, LDFനെ ജയിപ്പിക്കണം. അങ്ങനെ ജയിപ്പിക്കാൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവർ ആദ്യം ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു വയ്ക്കും. ഇന്ന കാരണം കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തത് എന്നുള്ളൊരു കാരണം അവർ ആദ്യം ഉണ്ടാക്കി വയ്ക്കും. അതുപോലെ LDFനെ ജയിപ്പിക്കാൻ ആവശ്യമായ ഒരു കാരണം, അതായത് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു സാഹചര്യത്തിൽ LDFന് മൂന്നാം തുടർ ഭരണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒരു കാരണം ഉണ്ടാകും. ആ കാരണം ആരുണ്ടാക്കും? അത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടി ഉണ്ടാക്കും. അതെന്താണ് ആ കാരണം? അത് ഹൈന്ദവ ഏകീകരണമാണ്. അപ്പോൾ ഹൈന്ദവ ഏകീകരണം സംഭവിച്ച് ഹിന്ദുക്കളെല്ലാം ഒറ്റക്കെട്ടായി LDFന് വോട്ട് ചെയ്ത് LDFന് മൂന്നാമതും അധികാരത്തിലെത്തിച്ചു എന്ന് വരുത്തണം. പകരം അവിടെ എന്തായിരിക്കും നടക്കുക? RSSൻ്റെ കേഡർ വോട്ട് LDFലേക്ക് പോവുക, LDFനെ ജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അതൊക്കെ നടക്കുമോ? ആ തിയറിയൊക്കെ പ്രായോഗികമാവുമോ? ജനങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? കുറച്ച് RSSൻ്റെ കേഡർ വോട്ടുകൾ ചെയ്താൽ മാത്രം ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണോ ഇപ്പോൾ LDFും CPMും ഉള്ളത് എന്നൊക്കെ മറ്റൊരു കാര്യം വേറെ വിശകലനം ചെയ്യേണ്ടതാണ്. എന്തായാലും അത്തരമൊരു നറേറ്റീവ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒരു തുടർ ഭരണത്തിന് വേണ്ടി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയല്ല. കേരളത്തിലെ വോട്ടർമാർ കുറേ കൂടി ഈ കാര്യത്തിൽ പ്രബുദ്ധരാണ്, ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രത്യേകിച്ചും CPMനകത്തുള്ള സഖാക്കൾക്ക് തന്നെ, CPM അംഗങ്ങൾക്ക് തന്നെ, CPMൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഈ കാര്യങ്ങൾ തിരിയുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? നിവൃത്തികേട് കൊണ്ട് പാർട്ടി നേതാക്കൾ ചെയ്യുന്നതാണ്, ഇത് മണ്ടത്തരമാണെന്ന് തുറന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഈ ചെയ്യുന്നത് മണ്ടത്തരമാണ്, പക്ഷേ ഇത് അപകടകരമാണെന്ന് വിളിച്ചു പറയുന്ന VD സതീശൻ മാത്രമേ ഉള്ളൂ. മണ്ടത്തരമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ ഇടതുപക്ഷത്ത് തന്നെയുണ്ട്. ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് ആർക്കാണ് ആത്യന്തികമായി ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ സംബന്ധിച്ച് ഒരു ദുരന്തമായിരിക്കും ഈ നാടകം എന്നേ പറയാം.